അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം പമ്പയിലേക്കൊരു വാഹന പ്രദർശനം ഉണ്ടായിരുന്നില്ല നട തുറക്കുമ്പോൾ. പിന്നീട് ഞങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാസപൂജയ്ക്ക് ബഹുമാനപ്പെട്ട കോടതി അനുവദിച്ചത്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ മണ്ഡല മകരവിളക്ക് മഹോത്സവ സമയത്ത് കൂടി അനുവദിച്ചു തരണം എന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചു. കോടതി ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ഇന്നലെ പെർമിഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ 1500 വണ്ടികൾക്ക് കൂടി, ചെറിയ വാഹനങ്ങൾക്ക് കൂടി പമ്പയിൽ പാർക്ക് ചെയ്യാൻ ചക്കുവാൽ 2-ലും ഹിൽട്ടും 1500 ചെറിയ വാഹനങ്ങൾക്ക് കൂടി പാർക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഇന്നലെ നമുക്ക് പെർമിഷൻ കിട്ടിയതാണ്. ചക്കുവാലം 1500 ചെറിയ വാഹനങ്ങൾ നിറഞ്ഞാൽ സ്വാഭാവികമായി നമുക്ക് നിലയ്ക്കലിൽ തന്നെ പറ്റും. കൂടാതെ നേരത്തെ ഇവിടെ മെമ്പർ പറഞ്ഞതുപോലെ എരുമേലിയിൽ ഞങ്ങൾക്ക് സാധാരണ ദേവസ്വം ബോർഡ് കൂടെ പാർക്കിംഗ് സെന്ററുകളുണ്ട്, സ്കൂൾ ഗ്രൗണ്ടിലും ഒക്കെ ആയിട്ട്. കൂടാതെ ഭവന നിർമ്മാണ ബോർഡിൻ്റെ ഒരു 6.5 ഏക്കർ ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഉദ്യോഗസ്ഥ നിർദ്ദേശത്തിനനുസരിച്ച് ഞങ്ങൾ ഭവന നിർമ്മാണ ബോർഡിനോട് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ലീസിന് ചോദിച്ചു. അവർ തന്നെ ഞങ്ങൾ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു വേണ്ട, ഞങ്ങളത് എല്ലാ സംവിധാനങ്ങളും ചിലപ്പോൾ പച്ചന്മാർക്ക് വേണ്ടി സംവിധാനം കൊടുക്കാം. അവരത് സംവിധാനം ഒരുക്കുന്നുണ്ട്. പാർക്കിംഗ് ഫീസ് കാണും, സ്വാഭാവികം. കാരണം ഇതിൻ്റെ ഒരു ബാക്കി എക്സ്പെൻസും ഒക്കെ ഉണ്ടാവും. ദേവസ്വം ബോർഡ് അവിടെ പാർക്കിങ്ങിന് വേണ്ടി ഒരു നിശ്ചിത എമൗണ്ട് ഉണ്ട്. എരുമേലി കാണും. ആ ദേവസ്വം ബോർഡ് തന്നെ ആയിരിക്കും. അങ്ങനെ അവിടെ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ഈടാക്കുന്നത് മാത്രമേ ചാർജ് മാത്രമേ അവിടെ കുറേ പ്രൈവറ്റ് പാർക്കിംഗ് സെൻ്ററുകളൊക്കെ ഉണ്ട്. അതങ്ങനെ പറഞ്ഞു. എത്ര വാഹനം പാർക്കിംഗ് സൗകര്യം ഉണ്ടോ? 6 ഏക്കറിൽ 6 ഏക്കറിൽ എന്തായാലും ഒരു 12,000 വാഹനങ്ങൾ എന്തായാലും പാർക്ക് ചെയ്യാൻ സംവിധാനം ഉണ്ടാവും. അപ്പോൾ അതോടുകൂടി പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെയുള്ള പ്രശ്നം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത്, ഈ പമ്പയിലേക്ക് എത്തുന്ന വിശ്വാസികൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഉച്ചയ്ക്ക് ചില ദിവസങ്ങളിൽ വെയിലേറ്റ് നിൽക്കുന്ന ഒരു സമയം, കാരണം ഈ പമ്പയിലേക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായാലും ചില ദിവസങ്ങളിൽ ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അത് 3 നടപ്പന്തൽ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. 3 നടപ്പന്തൽ ഏതാണ്ട് ഒരു 1500 പേർക്ക് നിൽക്കാൻ പറ്റുന്ന, നിൽക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ഒരു 3 പെർമനന്റ് നടപ്പന്തലും അതല്ലാത്ത താൽക്കാലികമായ നടപ്പന്തലും എല്ലാം കൂടി ഒരു 6 നടപ്പന്തൽ കൂടി ഞങ്ങൾ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കി. അങ്ങനെ വരുമ്പോൾ ഒരു 4000 പേർക്ക് വരി നിൽക്കുവാൻ ഉള്ള സംവിധാനം പമ്പയിൽ ഒരുക്കി. 3 നടപ്പന്തൽ നേരത്തെ ഉണ്ടായിരുന്നു സെമി പെർമനന്റ്. ഇപ്പം ഞങ്ങൾ 6 കൂടി ഒരുക്കി. 3 സെമി പെർമനന്റും 3 താൽക്കാലികവും, മൊത്തം 6 ഒരുക്കി. ഇപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരുക്കി 9 നടപ്പന്തലുകൾ. അപ്പോൾ ഒരു 4000 പേർക്ക് വരി നിൽക്കുവാൻ പറ്റുന്നൊരു സംവിധാനം. വെയിലും മഴയും കൊള്ളാതെ നമുക്ക് വരി നിൽക്കുവാൻ സാധിക്കും. അത് ഓടിട്ടൊക്കെയാണ് വിളിക്കുന്നത്. 2 രാമമൂർത്തി മണ്ഡപം അറിയാം പമ്പയിൽ, പണ്ട് പ്രളയത്തിന് മുമ്പ് ഉണ്ടായിരുന്നു. അതിന് സമാനമായ രീതിയിൽ ഒരു ജർമ്മൻ പന്തൽ പ്ലാറ്റ്ഫോമൊക്കെ കൂടിയിട്ട് ഒരു ജർമ്മൻ പന്തൽ, ഒരു പുതിയ ആധുനിക സംവിധാനമാണ്, അറിയാമല്ലോ. ഒരു 10,000 പേർക്ക്, 2,500 പേർക്ക് വിനിയോഗിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള സംവിധാനം ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ ഒരു 8,000 പേർക്ക് ഹോൾഡ് ചെയ്യേണ്ടി വന്നാലും മഴയും വെയിലും കേൾക്കാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ള സ്ഥാപനം, കുടിവെള്ളവും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉണ്ടായിരുന്നു, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ നടപ്പന്തലിൽ നിന്നും എക്സ്റ്റൻഡഡ് ക്യൂസ് സെന്റർ കയറി ഈ ജ്യോതി നഗറിലേക്ക് പോകുന്ന ഭാഗത്ത് വളഞ്ഞ് കിടക്കുന്നൊരു കിട്ടാൻ കിട്ടായ പ്രദേശമാണ്. അവിടെ നിന്നിരുന്ന ഭക്തർക്ക്, സ്റ്റക്കായി നിൽക്കുന്ന ഭക്തർക്ക് വെള്ളം കിട്ടുന്നുണ്ടായിരുന്നു. വെള്ളം കൊടുക്കാൻ കൊടുക്കാത്തതുകൊണ്ടല്ല, കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പിന്നെ ശരംകുത്തിയിലൊരു 4000 പെർ അവർ ലിറ്റർ നമ്പറിന് ശേഷം ഒരു ബോയിലർ ഉണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ 10,000 ലിറ്ററൊക്കെ എൻഹാൻസ് ചെയ്യാം ശരംകുത്തി. അതിങ്ങനെ ബാരിക്കേഡിൽ കൂടി കൊണ്ടുവന്ന് കിയോസ്കുകൾ വെച്ച് പിന്നെ നടപ്പന്തൽ വരെ കൊടുക്കുവാനുള്ളൊരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. കിയോസ്കുകൾ ഇന്നലെ ഇന്നുമായിട്ട്. അപ്പോൾ ഭക്തർക്ക് തന്നെ ഈ നടപ്പന്തലിൽ നിന്ന് തന്നെ അങ്ങനെ സ്ട്രക്കായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നടപ്പന്തലിൽ നിന്ന് തന്നെ 14 ലിറ്ററായിട്ട് ഉയർത്തിയെന്നല്ലേ? 14 ഹെക്ടറാക്കി ലിറ്ററായിട്ട് 14 ലിറ്റർ
ബോയിലർ, വാട്ടർ ബോയിലർ, അത് നടപ്പന്തൽ വരെ ഉള്ള ഒരു സംവിധാനം. ശരംകുത്തിയല്ല, ഈ എക്സ്റ്റൻഡഡ് ക്യൂസ് സെന്ററുണ്ട് ചുറ്റി വരുന്നത്, അവിടെ മുതൽ നടപ്പന്തൽ, അവിടെയാണല്ലോ ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ അവിടെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് പരിഹരിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ ഒരു തുടക്കമാണ്. ഇനിയും ഇതുപോലെ കാര്യങ്ങൾ വന്നാൽ നമ്മൾ കണ്ടത്തെ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകും. ഒരു 50 മീറ്ററാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ആവശ്യം നമുക്ക് നോക്കാം. പിന്നെ യഥേഷ്ടം ലഘുഭക്ഷണമായ ബിസ്ക്കറ്റും കാര്യങ്ങളും നിങ്ങൾ ഒരുക്കി. കൂടാതെ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ നമുക്ക് ചില വലിയ തിരക്ക് കൂടിയ ദിവസങ്ങളിൽ അരവണ നിയന്ത്രിച്ച് കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഞങ്ങൾ ബഫർ സ്റ്റോക്ക് ഒക്ടോബർ 18 തന്നെ ആരംഭിച്ചു. കഴിഞ്ഞ മാസം 18 തന്നെ ആരംഭിച്ചു. ഏതാണ്ട് ക്യാനും ലിഡും ശർക്കരയൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ഉള്ള നേരത്തെ സംഭരിച്ചു സ്റ്റോക്ക് ചെയ്തു. ഏതാണ്ട് 40 ലക്ഷം ജനുവരി 1 ആകുമ്പോൾ 40 ലക്ഷം നവംബർ 16 ആകുമ്പോൾ, അതായത് വൃശ്ചികം 1 ആകുമ്പോൾ ഏതാണ്ട് 40 ലക്ഷത്തിലേക്ക് ടിൻ എത്തിക്കുവാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നുകൊണ്ട് ഏതാണ്ട് 35 ലക്ഷം 36 ലക്ഷം. അപ്പം അതുകൊണ്ട് അതിലും നമുക്ക് ഞങ്ങൾ തയ്യാറെടുപ്പ്. പമ്പയിൽ ഞങ്ങൾ ഒരു 10,000 വാട്ടർ ബോട്ടിൽ കരുതുന്നുണ്ട്. വാട്ടർ ബോട്ടിൽ, സ്റ്റീൽ വാട്ടർ ബോട്ടിൽ നമ്മൾ നിറച്ചു കൊടുക്കും. കാരണം പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണല്ലോ പൂങ്കാവ്. അതുകൊണ്ട് ആ സ്റ്റീൽ വാട്ടർ ബോട്ടിൽ നമുക്ക് നിറച്ചു കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അത് നിറച്ചു കൊടുക്കും. ബാക്കി അവിടെ കിയോസ്കിൽ നിന്ന് എടുത്തു കുടിക്കാനുള്ള സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ പമ്പയിൽ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, അവിടെ ചോറ് കൊടുക്കാൻ കൊണ്ടുവരുന്ന കുട്ടികളുടെ അമ്മമാർ, ആ അമ്മമാർക്ക് താമസിക്കുവാൻ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു പമ്പയുടെ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിന് മുകളിലായിട്ടൊരു ഒരു ഷെൽട്ടർ, ഒരു ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെ ഒരു സെമി പെർമനൻ്റ് ഷെൽട്ടർ അവർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഒരുക്കി. പിന്നെ ഈ ഒരു അപകട ഇൻഷുറൻസ് പദ്ധതി കഴിഞ്ഞ പ്രാവശ്യം അതുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു ക്ലാരിറ്റിയോ ഒരു കൃത്യമായൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ കൃത്യമായൊരു ക്ലാരിറ്റിയോടുകൂടി ഞങ്ങൾ നടത്തിവെച്ചിരിക്കുകയാണ്. യുണൈറ്റഡ് ഇൻഷുറൻസ്, എക്സ്പ്രസ് ഓഫ് ഇൻട്രസ്റ്റ് വിളിച്ച് യുണൈറ്റഡ് ഇൻഷുറൻസിനെയാണ് നമ്മൾ 4 ജില്ലകൾ ജൂറിസ്ഡിക്ഷൻ, കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, കഴിഞ്ഞ പ്രാവശ്യം ആ ജൂറിസ്ഡിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു വ്യക്തത ഉണ്ടായിരുന്നു ജൂറിസ്ഡിക്ഷൻ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെറിയ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായി. അതുകൊണ്ട് 4 ജില്ലകൾ. ഇവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അപകടത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, മരണം സംഭവിച്ചാൽ, സംഭവിച്ചാൽ 5 ലക്ഷം രൂപ അവരുടെ ഇൻഷുറൻസ്. 1 രൂപ ഒരു പ്രീമിയം പത്തിൽ നിന്നും ഈടാക്കുന്നില്ല. ദേവസ്വം ബോർഡ് പൂർണ്ണമായും ദേവസ്വം ബോർഡാണ് ഈടാക്കുന്നത്. പിന്നെ മരണം സംഭവിച്ചാൽ ഭൗതിക ശരീരം വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടി കേരളത്തിനകത്താണെങ്കിൽ 30,000 രൂപ, കേരളത്തിന് പുറത്താണെങ്കിൽ 1 ലക്ഷം രൂപ വരെ ദേവസ്വം ബോർഡ് റീപേസ് ചെയ്യും. ദേവസ്വം ബോർഡ് ചെയ്യും, അത് പിന്നെ ഇൻഷുറൻസ് കമ്പനി ഞങ്ങൾക്ക് റീപേസ് ചെയ്യും. കാരണം പിന്നെ ഇൻഷുറൻസ് കമ്പനിയാണ് അത് മുടക്കേണ്ടി വരുന്നതിൽ പിന്നെ കാലതാമസം. അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് അത് കൊടുക്കും. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇൻഷുറൻസ് കമ്പനി പരിക്ക് പറ്റിയവർക്ക് മരണത്തിൽ ഇൻഷുറൻസ് എങ്ങനെ സർട്ടിഫിക്കറ്റ് എങ്ങനെ കൊടുക്കുക? രേഖകൾ ജീവനക്കാരുടെ ഇൻഷുറൻസിന് ഈ 4 ജില്ല മാത്രമല്ലല്ലോ പരിധി. അല്ല, ജീവനക്കാർക്ക് വേറെ ഇൻഷുറൻസ്. ഇതിപ്പോ ഇത് ഈ ശബരിമലയുമായി തീർത്ഥാടന സൗകര്യമായിട്ട് 1 വർഷം. പിന്നെ നമ്മൾ മരക്കൂട്ടം മുതൽ ചന്ദ്രാനന്ദ റോഡിൽ നമ്മൾ ജോലി നഗർ വരെ 1800 പേർക്ക് ഇരിക്കുവാനുള്ള സ്റ്റീൽ കസേരകൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ്. കാരണം കയറി പോകുന്നവർക്ക് വൃദ്ധരായ ആളുകൾക്കൊക്കെ അവർ ഈ ചിട്ടയിലൊക്കെയാണ് ഇരിക്കുന്നത്. അത് ചേരയും പാമ്പും ഒക്കെ ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് രാജ്യത്തിന് അതിനുള്ള ആളുകൾ ഇരിക്കാനുള്ള സ്റ്റീൽ കസേരകൾ. അപ്പം അങ്ങനെയുള്ള മുന്നൊരുക്കങ്ങളാണ് നമ്മൾ. പിന്നെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം, ശബരി ഗസ്റ്റ് ഹൗസുമായി ബന്ധപ്പെട്ട് ചില സൗകര്യക്കുറവുകൾ
പത്രമാധ്യമങ്ങളും എല്ലാവരും നിർദ്ദേശിച്ചിരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശബരി ഗസ്റ്റ് ഹൗസ് സമ്പൂർണ്ണമായി നവീകരിച്ചിരിക്കുന്നു. അതിൻ്റെ സ്ട്രക്ചർ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളിലും സമ്പൂർണ്ണമായ ഒരു നവീകരണം ഞങ്ങൾ നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം പിന്നെ ബഹുമാനായ മന്ത്രി സന്നിധാനത്ത് വെച്ച് 15-ാം തീയതി 12 മണിക്ക് നിർവഹിക്കും. അത് മാത്രമല്ല സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഞങ്ങളുടെ ജീവനക്കാർ താമസിക്കുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സിൻ്റെയും നവീകരണം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ഏതാണ്ട് 1 കോടി രൂപ ചിലവാക്കി തന്നെ. ഈ താഴെ പമ്പ ഗസ്റ്റ് ഹൗസ് അതും ഇതുപോലെ തന്നെയായിരുന്നു, വർഷങ്ങളായി നവീകരിക്കപ്പെട്ടത്. അതും സമ്പൂർണ്ണമായി നവീകരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം ഉദ്ഘാടനമാണ് 15-ാം തീയതി 12 മണിക്ക് ബഹുമാനായ ദേവസ്വം വകുപ്പ് നിർവഹിക്കും. പിന്നെ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു കാര്യം, നമ്മളൊരു കൂട്ടം ഡോക്ടേഴ്സ് അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ഡോക്ടേഴ്സ്, ഡോക്ടർ റാം നാരായണൻ, ലോകപ്രശസ്ത ന്യൂറോ സർജനും ഒക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കാർഡിയോളജി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് വിങ് 100ഓളം ഡോക്ടർമാർ അവരുടെ സേവന സന്നദ്ധത അറിയിച്ച് വന്നിട്ടുണ്ട്. അവരെ കൂടി ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായും അവർ പോയി കണ്ടു. അവരെ കൂടി ആരോഗ്യവകുപ്പിന് കൂടി അവരെ ഉൾക്കൊള്ളിച്ച് പോകുന്ന ഒരു സമയ പ്രവർത്തന രീതിയാണ് ഇപ്പോൾ അവലംബിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി പോയി കണ്ടിരുന്നു. അവരെയും കൂടി ചേർത്ത് കൊണ്ടുപോകുന്നൊരു പദ്ധതിയാണത്. ഞങ്ങളിപ്പോൾ സെപ്പറേറ്റായിട്ട് ഞങ്ങളിപ്പോൾ അവിടെ ഇവർക്കൊരു സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ പമ്പയിൽ തന്നെ ഒരു പഴയൊരു അയ്യപ്പ ഹോസ്പിറ്റലുണ്ടായിരുന്നു, റോഞ്ഞികളൊക്കെയാണ്. അവിടെ ഒരു ചെയ്യുന്ന ഒരുക്കി കാർഡിയോളജി എക്കോ മിഷൻ ഉൾപ്പെടെ അവർ കൊണ്ടുവരികയാണ്. എല്ലാ മരുന്നുകളും അവർ കൊണ്ടുവരിക, ചികിത്സാ വേണ്ട ചികിത്സാ ഉപകരണങ്ങൾ ഒക്കെ അവർ കൊണ്ടുവരികയാണ്. തികച്ചും അവരിപ്പോൾ 100 എന്നുള്ളത് ഇപ്പോൾ 180 പേര് വരെ എത്തിയെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് പമ്പയിലും സന്നിധാനത്തും അവർ പിന്നെ ആരോഗ്യവകുപ്പുമായി ചേർന്നാണ് അവർ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത്. തികച്ചും സൗജന്യമായിട്ടാണ് സേവന സംവിധാനം. അത് ഷിഫ്റ്റുകളായിട്ടാണ്. ഒരു 5 പേര് വെച്ച് 5 ദിവസം എന്നുള്ള മട്ടിലാണ് ഒരു മാറിക്കൊണ്ടിരിക്കുക. 5 ദിവസം കഴിയുമ്പോൾ ഷിഫ്റ്റായി മാറിക്കൊണ്ടിരിക്കും. ആ രീതിയിൽ ഓൺലൈൻ ബുക്കിംഗ് എന്തോ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്, അല്ല വെർച്വൽ ബുക്കിംഗ് ഉണ്ട്, അപ്പോൾ എത്രയായിട്ടുണ്ട്? എന്നാൽ ഏതാണ്ട് ഇപ്പോൾ ഫുള്ളായി വരികയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ ഇപ്പോൾ ഈ വെർച്വൽ ക്യൂ കമ്പൾസറി ആക്കിയതിൻ്റെ ഒരു ഗുണമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് വെർച്വൽ ക്യൂ കമ്പൾസറി ആക്കിയതിൻ്റെ ഭാഗമായി പരമാവധി വെർച്വൽ ക്യൂയിലേക്ക് ആളുകൾ വരിക. അല്ല, അതങ്ങനെ ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ ഫില്ലായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 3 എൻട്രി പോയിന്റ് ഉണ്ടല്ലോ, അവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണ്? എൻട്രി പോയിന്റുകൾ ഒന്ന് വണ്ടിപ്പെരിയാറിൽ സത്രം, വണ്ടിപ്പെരിയാർ അവിടെ അതിന് പുല്ലുമേട്, അവിടെ പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനമുണ്ട്. അന്നദാനത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്, ചുറ്റുവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ സ്ഥലപരിമിതിയുണ്ട്, കാരണം വനം വകുപ്പിൻ്റെ ഒരു സ്ഥലമാണത്. ഞങ്ങൾക്ക് കുറച്ച് പരിമിതികളുണ്ടെങ്കിൽ അതിൽ നിന്നുകൊണ്ട് പിന്നെ അവിടേക്ക് വളരെ കുറച്ച് പേരെ വരുള്ളൂ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരു ദിവസം 1000 പേരെ കൂടുതലൊന്നും അവിടെ വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം പുറത്ത് കൂടുതൽ ആളുകൾ എരുമേലി, പിന്നെ എരുമേലി സത്രം വഴി അവിടെ കുറച്ച് കൂടുതൽ ആൾ വരും. ഈ പല സമയങ്ങളിലും കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഈ കാനനപാതയിൽ കൂടി വരുന്ന ആളുകൾ അവിടുന്ന് എൻട്രി ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ പലപ്പോഴും ഡിലേ ആയിട്ട് 8 മണി, രാത്രി 8 മണിക്കൊക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമ്മൾ ഇവിടുന്ന് കാട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഭയങ്കര ഡിലേ ആകുന്നൊരു ഘട്ടം ഉണ്ടാകും. പലപ്പോഴും ഉള്ളിൽ നിന്ന് പോയി ഇവരെ പുറത്തെത്തിക്കേണ്ട ഒരു ഇതാണ് വരുന്നത്. ഇത് എൻട്രിയിലേക്ക് കടത്തി വിടുന്നൊരു അല്ല, അത് വനംവകുപ്പുമായി ബന്ധപ്പെട്ടൊരു 132 സേവന കേന്ദ്രങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. പരമാവധി അതുകൊണ്ടാണ് അവർ പിന്നെ അവർ ഞങ്ങളോട് അഭ്യർത്ഥന വെച്ചത് രാവിലെ 6 മണിക്ക് ഒന്ന് തുടങ്ങാൻ പറ്റുന്നത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരിത് പെർമിഷൻ തന്നിട്ടില്ല. ഡിസ്കഷൻ നടത്തുന്നുണ്ട്. അത് ശരിയാണ്, ആ പോയിന്റ് കറക്റ്റാണ്. പക്ഷേ എങ്കിലും അവരാണ് ഒരു പെർമിഷൻ തരേണ്ടത്. 6 മണിക്ക് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ സംബന്ധിച്ച് തന്നേക്കും. നമുക്ക് നോട്ട് വെച്ചാൽ 2 മിനിറ്റ് എടുക്കും. 2 മിനിറ്റ് ഒരാൾക്ക് 2 മിനിറ്റ് എന്നുള്ളതാണ്. ഞങ്ങൾ നോക്കിയപ്പോൾ ആൾക്ക് ഫോട്ടോ ഞങ്ങൾ എടുക്കുന്നു. നമ്പർ മാത്രം അടിച്ചാൽ മതി.
എത്ര കൗണ്ടർ ഉണ്ടാവും ഈ അവിടെ ഇപ്പോൾ ഇതിനു വേണ്ടി മാത്രം 7 കൗണ്ടറുള്ളൂ. പമ്പയിൽ പമ്പയിൽ മറ്റു സ്ഥലങ്ങളിൽ സ്ഥലങ്ങൾ കുറച്ച് മതി. അവിടെ കുറച്ചല്ലേ ഉള്ളൂ. സ്പോട്ട് ബുക്കിംഗ് സമയത്ത് സ്പോട്ട് ബുക്കിംഗ് വെരിഫിക്കേഷൻ എടുക്കുന്ന സമയത്ത് നേരത്തെ 5 പേര് വന്ന ഒരാൾക്കാരും ചെയ്തിരുന്നു, അതെ. ഇപ്പൊ 5 പേർക്കും ചെയ്യുന്നുണ്ടോ? എങ്കിലല്ലേ അതിനൊരു ആധികാരികതമായി വരുള്ളൂ. പമ്പയിൽ നമുക്ക് ആലോചിക്കുന്നുണ്ടോ? കാരണം ഇവിടെ അപ്പം നമുക്ക് പ്രിന്റ് ഔട്ട് എടുത്തത് ഡോക്യുമെന്റ് കാണിച്ചാൽ മാത്രം മതിയാവില്ല. ഏതാണ്? ആധാറിന്റെ നമ്മളിപ്പോ ബുക്ക് ചെയ്യുമ്പോൾ ഓൺലൈനിൽ പ്രിന്റ് എടുക്കാൻ അതിൽ ഫോട്ടോയും ഞങ്ങൾക്കൊരു ആധാർ നമ്പർ, അതിന്റെ കൃത്യമായ ആധാർ നമ്പർ വേണം വാലിഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. പിന്നെ ഞങ്ങൾ ഈ മൊബൈൽ ഫോണിന്റെ കാര്യത്തിൽ ഒരു സോപാനത്ത് 18-ാം പടിക്ക് മുകളിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട്. കാരണം പലപ്പോഴും ഇപ്പോൾ വലിയ ഡെൻസിറ്റി ഫോണുകളാണല്ലോ. അപ്പോൾ സ്വാഭാവികമായി പോക്കറ്റ് ഇട്ടിട്ട് നേരിട്ട് ഷൂട്ട് ചെയ്യുന്നൊരു, നമ്മൾ അറിയാതെ ഷൂട്ട് ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. പാടില്ല എന്നുള്ള ആചാരവിരുദ്ധമാണത്. അതുകൊണ്ട് തന്നെ അത് ഈ മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്യണം. പിടിച്ചെടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് വെക്കാനുള്ളൊരു അത് പ്രായോഗികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പിന്നെ അത് സ്വിച്ച് ഓഫ് ചെയ്യണമെന്നുള്ളൊരു പ്രചാരം വാർത്താമാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടാകും. അത് നമ്മൾ പമ്പയിലെ അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വരുന്ന ഇതിപ്പോൾ നമ്മളിപ്പോൾ അറിയിക്കും, നിങ്ങൾ അറിയിക്കുന്നു. ബോർഡ് വയ്ക്കും. പിന്നെ ഈ ഉച്ചൽ ക്യൂവിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് അറിയിക്കുന്നു. അതെല്ലാം അറിയിക്കുന്നുണ്ട്. ഞങ്ങൾ അതിലുണ്ട് വെർച്വൽ ക്യൂ പറഞ്ഞിട്ടുണ്ട്. വെർച്വൽ ക്യൂ അനൗൺസ് ചെയ്യും. വീഡിയോത്തിന്റെ നമ്മൾ ഫോണിൽ കൂടി ഇപ്പം വീഡിയോ അല്ലല്ലോ കാണിക്കുന്നത്. ഫോണിലൊക്കെ ഇട്ടിട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യല്ലേ. ആധുനിക സാങ്കേതിക സംവിധാനത്തിന്റെ കാലമല്ലേ. അപ്പോൾ അത് ആചാരവിരുദ്ധമാണ് എന്നുള്ളതാണ് ദേവപ്രശ്നം മാത്രമല്ല തന്ത്രിയും പറഞ്ഞിരിക്കുന്നത്. 18-ാം പടിക്ക് മുകളിൽ 18-ാം പടിക്ക് മുകളിൽ 18 പടി കയറി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഞാൻ 18-ാം പടിക്ക് മുകളിൽ നിന്ന് ഫ്ലൈഓവർക്ക് അതിന്റെ ഭാഗമായി തന്നെ വരുന്നത്. പിന്നെ അങ്ങ് മാളികപ്പുറം കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ, മാളികപ്പുറം ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്നത് വരെ ആ സമയത്താണ് മധ്യപ്രവർത്തകർക്ക് മാനിയുന്നുണ്ടോ? മധ്യപ്രവർത്തകർക്ക് മാനിയുന്നുണ്ടോ? അല്ല ഈ സമയത്ത് മാധ്യമപ്രവർത്തകർ നമ്മൾ പോലീസ് ഉൾപ്പെടെയുള്ളവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ല ഉണ്ടാവണമെന്നുള്ളതാണ്. കാരണം നമ്മളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്ന പിന്നെ മറ്റുള്ള നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഈ ജീവനക്കാർക്ക് ബാക്കി